നമസ്കാരം. ഇന്നത്തെ ദീർഘ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. അതിർത്തിയിലെ വ്യാജ സംഘർഷ് വീഡിയോയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിന്റേതായി പ്രചരിക്കുന്ന എ നിർമ്മിത ചിത്രത്തെക്കുറിച്ചുമുള്ള തെറ്റായ വാർത്തകൾ പൊളിച്ചെഴുതിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യ വാർത്തയിലേക്ക് പോകാം. സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക സംഘർഷം എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തി. ബൂം ലൈവ് ഷൂഡഡ് റിപ്പോർട്ട് പ്രകാരം ഈ ദൃശ്യങ്ങൾക്ക് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ അതിർത്തി തർക്കവുമായി യാതൊരു ബന്ധവുമില്ല. ജൂൺ 20 ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ BSFും ബംഗ്ലാദേശ് ബോർഡർ ഗാർഡും തമ്മിലുണ്ടായ ഒരു ചെറിയ തർക്കത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഹിമാലയൻ മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നതായി വരുത്തിത്തീർക്കാനും തെറ്റായ പ്രചാരണങ്ങൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ ദുരുപയോഗം ചെയ്യുന്നത്. ഇതൊരു വ്യാജ പ്രചാരണമാണെന്ന് ഫാക്ട് ചെക്ക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യ-ചൈന അതിർത്തി തർക്കവുമായി ഈ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യ-ബംഗ്ലാദേശ് അതിർത്തിയിൽ നടന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമാണിതെന്നും അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെട്ടതാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ദൃശ്യങ്ങളിലെ അടയാളങ്ങളും ഔദ്യോഗിക റിപ്പോർട്ടുകളും പരിശോധിച്ചതിൽ നിന്ന് ഈ വീഡിയോ പഴയതാണെന്നും ചൈനീന്ത്യ അതിർത്തിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. സ്ഥിരീകരിക്കാത്ത ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തെറ്റായ വിവരങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷാബോധത്തെ തെറ്റായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 95% കൃത്യതയോടെയാണ് ബൂം ലൈവ് ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിന് വേണ്ടി റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ പ്രതിമ ഒരു സ്ത്രീ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. എന്നാൽ ഈ വീഡിയോ തെറ്റായ വർഗീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. വീഡിയോയിലുള്ളത് ഒരു മുസ്ലിം സ്ത്രീയാണെന്നും അതുവഴി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് പല പോസ്റ്റുകളിലും അവകാശപ്പെടുന്നത്. എന്നാൽ ബൂം ലൈവ് ഷൂഡഡ് നടത്തിയ വസ്തുതാ പരിശോധനയിൽ ഈ വാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. വീഡിയോയിലുള്ളത് അശ്വിനി ദഗ്ഡെ എന്ന സ്ത്രീയാണെന്ന് ബൂം ലൈവ് സ്ഥിരീകരിച്ചു. ഈ സംഭവത്തിൽ പ്രതി മുസ്ലിം അല്ലെന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന വർഗീയമായ തെറ്റായ വിവരങ്ങളെ ഇത് നേരിട്ട് ഖണ്ഡിക്കുന്നു. വലിയ ശ്രദ്ധ നേടിയ ഈ വീഡിയോ വ്യക്തിയുടെ യഥാർത്ഥ വിവരങ്ങൾ വ്യക്തമായിട്ടും തെറ്റായ മതപരമായ വ്യാഖ്യാനങ്ങൾ നൽകി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് അനാവശ്യമായ സാമൂഹിക അസ്വസ്ഥതകൾക്ക് കാരണമാകുമെന്നതിനാൽ വൈറലാകുന്ന ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് അവയുടെ ആധികാരികത പരിശോധിക്കണമെന്ന് അധികൃതരും വസ്തുതാ പരിശോധനാ സംഘടനകളും പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. 195 എന്ന ട്രൂത്ത് സ്കോറോടെ ബൂം ലൈവ് നൽകിയ തെളിവുകൾ ഈ അക്രമ സംഭവത്തിന് പിന്നിലെ വർഗീയ പ്രചാരണങ്ങളെ പൊളിച്ചെടുക്കുന്നു. സോഷ്യൽ മീഡിയയിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകളിൽ പറയുന്നതുപോലെ ഈ സംഭവത്തിന് യാതൊരുവിധ മതപരമായ പ്രേരണയുമില്ലെന്ന് ഇതിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നു. വേണ്ടി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രം ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കോളറിൽ ഒരു സ്ത്രീ കയറിപ്പിടിക്കുന്നതായി കാണിക്കുന്ന ഈ ചിത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ പ്രചരിച്ച ഈ ചിത്രം വ്യാജമാണെന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷം തെളിഞ്ഞു. ബൂം ലൈവ് ഷൂഡഡ് നടത്തിയ അന്വേഷണത്തിൽ ഓപ്പൺ എയുടെ ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രം നിർമ്മിച്ചതെന്ന് വ്യക്തമായി. ചിത്രത്തിലെ മുഖഭാവങ്ങളിലെ വൈകല്യങ്ങളും കൈകളുടെ അസ്വാഭാവികമായ സ്ഥാനവും പരിശോധിച്ചതിൽ നിന്ന് ഇത് AI സൃഷ്ടിയാണെന്ന് വിദഗ്ധർ കണ്ടെത്തി. ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മാത്രമല്ല, നെഹ്റുവിന്റെ കാലഘട്ടത്തിലെ ആർക്കൈവ് രേഖകളിലൊന്നും ഈ ചിത്രം ഉൾപ്പെട്ടിട്ടുമില്ല. 100ൽ 95 പോയിന്റ് നൽകി. ഇതൊരു തെറ്റായ പ്രചാരണമാണെന്ന് അന്വേഷകർ ഇതിനകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത്തരം വ്യാജ ചിത്രങ്ങൾ തിരിച്ചറിയുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രേക്ഷകർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ചരിത്രപരമായ തെളിവുകൾ എന്ന വ്യാജേന ഇത്തരം കൃത്രിമ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. വേണ്ടി റിപ്പോർട്ട്. ഖുസ്വ ഗ്രാമത്തിലെ പലസ്തീൻ കുടുംബങ്ങളോട് തങ്ങളുടെ വീടുകൾ ഒഴിഞ്ഞുപോകാമെന്ന് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടു. സൈനിക ആവശ്യങ്ങൾക്കായി വീടുകൾ താൽക്കാലിക താവളങ്ങളാക്കി മാറ്റുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ കടുത്ത സമ്മർദ്ദത്തിനും ഉപരോധത്തിനും പിന്നാലെയാണ് താമസക്കാർ വീടുകൾ ഒഴിയാൻ നിർബന്ധിതരായതെന്ന് ഖുസ്ര മേയർ സ്ഥിരീകരിച്ചതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. സ്വകാര്യ വീടുകൾ പിടിച്ചെടുത്ത് സൈനിക കേന്ദ്രങ്ങളാക്കി മാറ്റിയതോടെ ഗ്രാമത്തിലെ സാഹചര്യം അതീവ ഗുരുതരമായിരിക്കുകയാണ്. പ്രദേശത്ത് തുടരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് ഈ നടപടി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായി സാധാരണക്കാരുടെ വീടുകൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്.
വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും അഭയാർത്ഥികളായി തുടരുകയാണ്. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും സ്വകാര്യ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിലും പ്രാദേശിക ഭരണകൂടങ്ങൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. കുടുംബങ്ങൾക്ക് എപ്പോൾ തിരികെ വരാനാകുമെന്ന കാര്യത്തിൽ സൈന്യം ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. തങ്ങളുടെ ഭാവിയെക്കുറിച്ചും സ്വത്തുക്കളുടെ സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി യു.എ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മാലിദ്വീപ് പ്രസിഡന്റ് ഡോ. മുഹമ്മദ് മുയിസുമായി ഇന്ന് ടെലിഫോണിൽ സംസാരിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വിലയിരുത്തുന്നതിനായിരുന്നു സംഭാഷണം. ഖത്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തനുസരിച്ച് സാമ്പത്തിക വികസനം, സുസ്ഥിര വളർച്ചാ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തി. പരസ്പര താൽപര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അതത് രാജ്യങ്ങളുടെ വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി പങ്കാളിത്തം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകളും നേതാക്കൾ ആരാഞ്ഞു. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾക്ക് പുറമെ പരസ്പര താൽപര്യമുള്ള പ്രധാനപ്പെട്ട പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളും ചർച്ചയിൽ ഇടം പിടിച്ചു. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും സംബന്ധിച്ച കാര്യങ്ങളിൽ ഇരു രാഷ്ട്രത്തലവന്മാരും ആശയങ്ങൾ കൈമാറുകയും നയതന്ത്ര ഏകോപനം തുടരേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യത്തിൽ ശക്തമായ ആശയവിനിമയ മാർഗങ്ങൾ നിലനിർത്തുന്നതിനും ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള യുടെയും മാലിദ്വീപിന്റെയും പ്രതിബദ്ധതയാണ് ഈ കൂടിക്കാഴ്ച വ്യക്തമാക്കുന്നത്. അബുദാബിയും മാലെയും തമ്മിലുള്ള സഹകരണ ചട്ടക്കൂട് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പോടെയാണ് ചർച്ച സമാപിച്ചത്. ന്യൂസ് ഹറം പള്ളികളുടെ കാര്യങ്ങൾക്കായുള്ള ജനറൽ അതോറിറ്റി ഉംറ തീർത്ഥാടകർക്ക് നിർണായക നിർദ്ദേശവുമായി രംഗത്ത്. തിരക്ക് ഒഴിവാക്കുന്നതിനായി തീർത്ഥാടകർ തങ്ങളുടെ സന്ദർശനം മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. സൗദി ഗസറ്റിനെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. മതാഫ്, മസാ പ്രദേശങ്ങളിൽ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ കൂടുതൽ സൗകര്യപ്രദമായ അനുഭവം ഉറപ്പാക്കാൻ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനും തത്സമയ തിരക്ക് പരിശോധിക്കാനും തീർത്ഥാടകരോട് അധികൃതർ നിർദ്ദേശിക്കുന്നു. ഇതിനായി ദിവസത്തിലെ തിരക്ക് സംബന്ധിച്ച വിവരങ്ങൾ അതോറിറ്റി പുറത്തുവിട്ടു. രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെയും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 4 മണി വരെയുമുള്ള സമയങ്ങളിൽ തിരക്ക് ഏറ്റവും കുറവായിരിക്കുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. രാവിലെ 5 മണി മുതൽ 8 മണി വരെ മിതമായ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. അതേസമയം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ സന്ദർശനം ക്രമീകരിക്കുന്നതിലൂടെ തീർത്ഥാടകർക്ക് കൂടുതൽ എളുപ്പത്തിലും സൗകര്യപ്രദമായും ഹറമിലെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. വിശുദ്ധ സ്ഥലങ്ങളിൽ എത്തുന്ന എല്ലാവർക്കും തടസ്സമില്ലാത്ത പ്രവേശനം ഉറപ്പാക്കാൻ മുൻകൂട്ടിയുള്ള ആസൂത്രണം അനിവാര്യമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. വേണ്ടി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വസ്തുതകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളോടൊപ്പം തുടരുക. വാർത്തകളെ കൃത്യതയോടെയും നിഷ്പക്ഷമായും സമീപിക്കുക. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സത്യസന്ധമായി പരിശോധിക്കപ്പെട്ടത്.